ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ കണ്ണനുണ്ണിയാണ്, കണ്ണനാണ്, കൊച്ചു തുമ്പിയാണ്, ചെരുപ്പിട്ട് ഇങ്ങോട്ട് പോ ഗൈസ്. ഇപ്പോൾ പുല്ല് വെട്ടാനായിക്കണേ ഗൈസ്, കണ്ടോ ഇങ്ങനത്തെ പുല്ലൊക്കെ വെട്ടാനായിക്കണം. ഇപ്പോൾ പണിയുണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അന്ന് വെച്ച ചെടിയിൽ ഈ സാധനം വരുന്ന പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇതെന്താ സംഭവം നിങ്ങൾക്കറിയില്ല. ഇതിലൊക്കെ അത് ഈ നാര് വരുന്ന പോലെ ഇങ്ങനെ ഫുള്ള് ഓരോ ഇത് വന്നിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, ഇതിങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ കയറി ഈ ഒരു എന്താ പറയുക, ഇതിലൂടെ ഇങ്ങനെ ചുറ്റി വരുമ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അല്ലേ. പിന്നെ മുകളിലെ ബോഗിമില്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങൾ ഒക്കെ സെറ്റായി വരുന്നുണ്ട്. നമ്മളെ ഈ മുള മാഷാ അല്ലാഹ് അടിപൊളിയായി. പിന്നെ കണ്ടോ ഇതിലൊക്കെ ആ വള്ളിയുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. കുറേ വള്ളി ഇങ്ങനെ വന്നെടുക്കണം. ആ പുറത്ത് ഉണങ്ങിക്കണോ, ഒരു വാടിയ പോലെ അല്ലേ. പിന്നെ എന്താ ഈ സാധനം കണ്ടോ, ഇതാണ് ഈ ഒരു ചുമരിൻ്റെ ഹൈലൈറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. ഇത് മൊത്തം ഇവിടെ അങ്ങോട്ട് പടർന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആവട്ടോ. സിനിമ പോരെ ഇവരെ കാത്തു നിന്നിട്ട് എവിടെ എത്തണം? മഞ്ചേരി പോകണം, പെരിന്തൽമണ്ണ പോകണം. പോരി ഐബു നാരാ സൗണ്ട് തോമ റെഡിയായോ? മൂക്കൊക്കെ റെഡിയായോ? നടക്ക്. ഇതിൻ്റെ ചെരുപ്പോ റെഡി എടി. മുടി കെട്ടാനൊരു ഇതെടുത്തോ, കയറല്ല, മുടിയുണ്ട. ഇതെന്താ നിങ്ങളെ കയ്യില്? ഷാളോ? പോരെ, ഒക്കെ എടുത്തോ. ആ ലേൻ്റെ ചെരുപ്പ് എടുത്തോ. നടക്ക്. ഇന്ന് ചോറും കൂട്ടാനൊന്നും പെരയിൽ വെച്ചിട്ടില്ല. ഇന്ന് ഫുള്ള് പുറത്തുനിന്നാ. എപ്പോഴാണ് തിരിച്ചെത്താന്ന് തന്നെ നോക്കണം. പോർച്ചിൽ വണ്ടിയുടെ എണ്ണം കൂടുകൊണ്ട് ഇതിപ്പോൾ എവിടെ നിർത്തേണ്ടെന്ന് പിടുത്തല്ലോ. ഒന്നും കൂടി വലുതാക്കിയാൽ മതിയായിരുന്നു. പോർച്ച് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് നീട്ടണം, എന്നാലേ അപ്പോൾ വണ്ടികൾ ഒതുങ്ങുള്ളൂ. മറ്റേത് ഈ വണ്ടി ജോ ഇതിന് ഞാൻ കൈതച്ചക്കും പാലും വാങ്ങി വെച്ചിരുന്നു. ഇതെന്താ ചെയ്യാ? പാലും കൈതച്ചക്കയും പാല് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കാടില്ലൂ. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിടാം. മാറിക്ക് അതിനെ പിടിക്കും. ആ സ്കൂട്ടി ഇപ്പം മറിയോല്ലോ റബ്ബേ. മുടിയൊക്കെ കെട്ടി ഞങ്ങൾ പോകുന്നുണ്ട്. മുടിയൊക്കെ അതുവരെ ഉണ്ടായാൽ മതിയായിരുന്നു. 2 കൊമ്പ് പോയിട്ട് 1 കൊമ്പ് തന്നെ കെട്ടിയാ മതിയാ. ചീർപ്പ് എന്തൊക്കെ പണി ഇവിടെ ഒപ്പിക്കുന്ന അറിയോള്. തൊന്നോളി ഇരുന്നിട്ട് അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ എന്താക്കാണ്, ഫുഡ് കഴിക്കാൻ. ഓരോരുത്തർ പ്രമോഷൻ കഴിഞ്ഞ് അടുത്ത പ്രമോഷന് വേണ്ടി പോവുകയാണ്. ഇവർക്കൊക്കെ നല്ലോ തിന്നാൻ വാങ്ങി കൊടുത്തിട്ടാണ് കൊണ്ടുപോകണേ ചക്കര. അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ബാക്കി മുഴുവനാക്കാനൊന്നും പറ്റിയില്ല. ഓട്ടങ്ങളാണ് എൻ്റെ മക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കാനാണോ അതോ ബാക്കിയുള്ളതിനാണോ ഒന്നും നേരം കിട്ടണില്ല. ഇവിടെ ഒരാൾക്ക് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരാതികൾ മാത്രമാണ്. ഓക്കെ എന്ത് അല്ലേ, എല്ലാവർക്കും മക്കളുടെ മാത്രല്ല സമയത്തിന്റെ അല്ല. ഒന്നാമത് ഇപ്പൊ നമുക്ക് ബിസിനസ്സും അതേമാതിരി മക്കളും, അതായത് മക്കള് 2 മക്കളല്ലേ. 2 മക്കള് ഒരേ ടൈമിൽ കരയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് തോന്നുന്നില്ല. ആ ഒരു മൈൻഡ് നമുക്ക് പോകും. ഒന്നത് പിന്നെ അതിൻ്റെ പെരുന്നാൾ സീസണായി ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ അതും ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കുറേ തിരക്ക്, ഒരുപാട് കണ്ടൻറ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എടുക്കണം എന്ന് വിചാരിക്കും. പിന്നെ ഈ പ്രമോഷന് പോകുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും മൊബൈലിലെ ചാർജ് കഴിയും. അങ്ങനെ മൊത്തത്തിൽ എല്ലാം പാടും നടക്കാത്ത അവസ്ഥയായി കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇനി ഇടക്കും തിലക്കൊക്കെ നമുക്ക് ഓരോ വ്ളോഗ് ഇടാന്നുള്ള പ്ലാനിലാണ്. കാരണം വ്ളോഗ് ഒരിക്കലും നമ്മൾ നിർത്തൂല. എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വ്ളോഗ് കാണുന്നുണ്ട്. ഇപ്പോൾ സിനുവിന് ഓൾറെഡി പ്രമോഷൻ താത്താന്നുള്ളൊരു പേര് വന്നു എന്നൊക്കെ തോന്നുന്നു. പ്രമോഷൻ താത്ത എന്നുള്ള പേരല്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവളുടെ കിച്ചൻ്റെ ഓരോ സാധനങ്ങൾ ഇവളുടെ ചാനലിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ബിസിനസ്സാണ് കേട്ടോ. കാരണം നമ്മൾ നല്ല പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത ഓരോ പ്രൊഡക്ട്സാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് വേറൊരു സാധനം നമ്മളല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏകദേശം 1 വർഷമായി നമ്മുടെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. 1 വർഷം 2 വർഷം ആവാൻ നിൽക്കണേ. ഇതുവരെ നമുക്ക് കുഴപ്പങ്ങൾ ഇതാണ്ടോ. ഇപ്പോഴും നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ മക്കൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അതിൽ വിട്ടിട്ടുണ്ട്. അതിപ്പോഴും നല്ല യൂസ്ഫുൾ. ഒരു പ്രശ്നവും അതിലായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതിഥികളുണ്ട്. അതിഥികൾ അതായത് ഇന്ന് സിനുവിൻ്റെ ഫാമിലിയാണ്. സിനുവിൻ്റെ ഫാമിലി കിച്ചണിലുണ്ട്. കിച്ചണിൽ സിനുവിൻ്റെ ഉമ്മ സ്പെഷ്യൽ ബിരിയാണിയാണ്. അതായത് എൻ്റെ
അരി കൊണ്ടുള്ള എന്താ അരിയാണ് ബസുമതി റൈസ്. നല്ല രസാട്ടോ ബസുമതി കൊണ്ട്. ഞാനത് ഗൈസ് ഡയറ്റിന് ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ അരി അതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി പോകണം. ചിക്കനൊക്കെ ഞാൻ രാവിലെ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങി കൊടുത്തിരുന്നു. പിന്നെന്താ പിന്നെ വേറെന്താ സ്പെഷ്യൽ? ചിക്കൻ പൊരിച്ച. ഞാൻ കാട വേണോ വയ്ക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഈ എടുത്തില്ല ഫോണ്. കാട പൊരിക്കാൻ കുഴപ്പമില്ല. ഇന്ന് രാത്രിക്കുള്ളത് ഉണ്ടാവോ? പൊരിക്കാണ്ടോ? അത് മതിയോ? മീൻ വേണമെങ്കിൽ മീൻ വാങ്ങാം. മതിയോ? അല്ലേ സ്വിമ്മിംഗ് പൂളിൽ ചാടിയോ? ആള് പെരക്കാരെ വിളിച്ചെടുത്ത നീ പെരയിലെ പണിയെടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ നേരത്തെ നീച്ചിട്ട് എല്ലാവരെയും കൂടി അടിച്ചു വരിപ്പിക്കുക തുടപ്പിക്കുക ഒക്കെയാണ് ഓടെ പണി കിട്ടോ. വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഓലയും കൊണ്ട് പണിയെടുപ്പിക്കുക. അതെന്താ പൊട്ടണ്? മഴ പെയ്തിട്ട് എണ്ണയിൽ വെള്ളമായോ? അങ്ങനെ മഴ പെയ്ത് എണ്ണയിൽ വെള്ളമാവണേ? അത് ഓഫാക്കിക്കോളി. വേറെ എണ്ണ ഒഴിച്ചോളി. വെള്ളമില്ലാത്ത എണ്ണ ഒഴിക്കി. ഇതിപ്പോ എല്ലാ പിള്ളേരെ വെള്ളം എങ്ങനെ ആവണ്? എണ്ണ ആവാതെ ഫുള്ള് എണ്ണ ആയി പതിയനൊക്കെ. അങ്ങോട്ട് നോക്കിയാൽ മോൾക്ക് അവിടേക്ക് എത്തി എണ്ണ. എങ്ങനെ വെള്ളമാവുള്ളൂ എന്ന് പറയാ. നല്ല എണ്ണ പറഞ്ഞോളി. ഏത് കുപ്പിയിലെ എണ്ണ വെള്ളം ഇത്? ഈ കുപ്പിയിൽ എങ്ങനെ വെള്ളമാവണ്? ഇതൊക്കെ നല്ല അടവുണ്ടല്ലോ. അതെന്താ അറിയോ? ആ മുകളിലെ ആ പാത്തിയിൽ അവിടുന്ന് ഇല വീണിട്ട് വെള്ളം പോകേണ്ട ഭാഗം അടഞ്ഞു പോയി. എന്നിട്ട് ആ വെള്ളം എന്താക്കി ഇപ്പുറത്ത് കൂടെ വേറെ സ്ഥലമില്ലല്ലോ. അപ്പം അതൊക്കെ പാടെ ഇങ്ങോട്ട് വന്നതാണ്. ബിരിയാണി റെഡിയായി. നല്ല അടിപൊളി. കുപ്പിയിൽ വെള്ളമാവാൻ നോക്കിയേക്കാം. എന്നോടെ കളി എന്ന് പറഞ്ഞമാതിരി ആ വെള്ളം തന്നെയല്ല അതിലുണ്ടാവുക. വെളിച്ചെണ്ണ പൊട്ടണ സൗണ്ടാക്കുന്നത് ഒക്കെപ്പാടെ പൊട്ടിത്തെറിക്കുക. ഇപ്പോ അതാ ഇപ്പൊ പൊട്ടു. കഴിഞ്ഞോ? വെള്ളം പോയോ? നീരാവിയോ? അപ്പൊ അത് മാറ്റി വെച്ചൂടെ? അതിലാ വെള്ളമാണ് ആ മുകളിൽ നിൽക്കണത്. റെഡി ആയില്ല ദമ്മ? ദമ്മ് ബിരിയാണിയാ? കാണുമ്പോ കഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഡയറ്റായി പോയി. ഞാൻ പോവാ. ക്യാരറ്റോ? ക്യാരറ്റ് ഇവിടെ അല്ല. ഞാൻ എന്നാ വാങ്ങണോന്ന് വിചാരിച്ച് ഇവിടെ ഉണ്ടാവും വിചാരിച്ചിട്ടാ വാങ്ങായിരുന്നു. അപ്പൊ പറയണ്ടേ? ഇവിടെ സാധനങ്ങളില്ലെങ്കിൽ പറഞ്ഞാല് വാങ്ങൂലേ? കുഴപ്പമില്ല. അപ്പൊ ക്യാരറ്റ് ഉണ്ട് എന്നാണ് വിചാരിച്ചിട്ട് കഴിച്ചാൽ മതി. മനസ്സിൽ വിചാരിക്കാം. അതിൽ എണ്ണ കുറവാണല്ലോ. എണ്ണയൊക്കെ ഇതെന്തായി? പൊരിച്ച് കഴിഞ്ഞോ? നിങ്ങൾ പൊരിച്ചിട്ടൊക്കെ കഴിക്കും. ഞാൻ പോട്ടയ്ക്കൊരു കല്യാണമല്ലേ കഴിച്ചു നമ്മുടെ ഷാജഹാൻ്റെ നാട്ടിൽ ചട്ടിപ്പറമ്പ്. എല്ലാവർക്കും ഉണ്ട്. ഞാൻ പിന്നെ വരാൻ കുറച്ച് വൈകും. പിന്നെ നല്ല പണീരാ. കഴിഞ്ഞോ? മക്കളെ നോക്കാൻ ആൾക്കാരുണ്ട്. ഏതാ മൈലാഞ്ചി? പ്രാവശ്യത്തെ പെരുന്നാൾക്ക് തുന്നിയിൽ പുതിയ കളക്ഷനൊന്നുമില്ല. ഏതാ വരുന്നേ? ഓണത്തെ വേണേ. പെരുന്നാൾക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കിയിരിക്കണേ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇറക്കുന്ന കുറേ ഡ്രസ്സിന് കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നെഗറ്റീവ്സ് തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിനോ അത് അല്ലാതെ നമ്മുടെ കളറിനോ അതിനൊന്നുമല്ല, നമ്മുടെ മോഡലിനാണ് കുറ്റം വരുന്നത്. അതായത് ഇതൊക്കെയാണോ നിങ്ങളെ മോഡല്, ബാക്കിയുള്ളവരെ നോക്കി ഗൈസ്. നമ്മളെ മോഡൽ എന്ന് പറഞ്ഞാൽ അതിന് ആൾക്കാരുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ചോയ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പലതരമാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഞാനൊരു സിനിമ കാണുന്ന ആളാണ്. എനിക്ക് പറ്റിയ സിനിമ വേറെ ആൾക്ക് പറ്റൂല. അതേമാതിരി ഞാൻ ഇടുന്ന ഡ്രസ്സ് വേറെ ആൾക്ക് പറ്റൂല. അതിൻ്റെ കളർ ചിലപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാവും, അതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഇഷ്ടമാവും, അതിൻ്റെ മോഡൽ എനിക്ക് ഇഷ്ടമാവും. ഇപ്പോഴത്തെ ട്രെൻഡി മോഡൽസൊന്നും എനിക്ക് പറ്റൂല. കാരണം നമ്മൾ ആ ഒരു ജനറേഷനേ കാര്യം. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഇഷ്ടമാവും. അപ്പോൾ പിന്നെ നമ്മളിത് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ പോരാ, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ബാക്കി എടുക്കണവർക്കും കൂടി
നിങ്ങളിപ്പോ ആ കൈ വലിയ മോഡൽ ഇതെന്താ വവ്വാലാണോ എന്ന് ചോദിച്ച ടീംസ് ഉണ്ട്. നമ്മൾ സോൾഡ് ഔട്ട് ആയ സാധനം. കാരണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവര് സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റീസ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ ഇപ്പൊ നമുക്ക് ഇറക്കാം. എല്ലാവരും ഇഷ്ടങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു, അത് കുഴപ്പമില്ല. അതായത് ഏജ്ഡ് ആൾക്കാർ നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞു, നമ്മൾ പുതിയ സ്റ്റാർട്ടപ്പുകാരാണ്. എല്ലാവരും ചെയ്യുന്ന പോലത്തെ പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കോട്ടുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വേറെ ആൾക്കാരെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത നല്ല പാർട്ടി വെയേഴ്സ് ഡ്രസ്സുകളാണ്. നല്ലതെന്ന് വെച്ചാൽ മോഡൽ പാർട്ടി വെയേഴ്സ് ഡ്രസ്സുകൾ പോലും കൊടുന്ന് ഇതാക്കുമ്പോൾ വേറെ അവരെ മോഡൽസ് അല്ലാതെ അവരെ നമ്മൾ ആദ്യം ലേബൽ അടിച്ച് മാറ്റമൊന്നുമല്ല. നമ്മുടെ ഏത് ഫിറ്റ് ചെയ്യല്ല ചെയ്യണം, നമ്മൾ ഓൺ സ്റ്റിച്ചിങ് ആണ്. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു കൊല്ലത്തിനോ 2 കൊല്ലത്തിനോ ഒരു തുണി ബ്രാൻഡ് അല്ല. തുന്നി എന്ന് പറഞ്ഞത് നമ്മൾ ബ്രാൻഡ് ആക്കിയിട്ട് വലിയൊരു ബ്രാൻഡ് ആക്കണം എന്നുള്ള ആഗ്രഹമാണ്. അത് ഈ ക്യാഷ് കാരണം നമ്മൾ ഇത്രത്തോളം അതിൽ കഷ്ടപ്പെടുന്നതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെവ്വേറെ മോഡൽസ് ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഇറക്കാകുമ്പോ സ്റ്റിച്ചിങ് ഒക്കെ പക്ക ആക്കണ്ടേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് കൊടുക്കുമ്പോ അടുത്ത ആള് നമ്മളിൽ നിന്ന് എടുക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ ആക്കണം. അപ്പൊ അതിന്റെ ഓരോ ഓട്ടങ്ങളും തിരക്കുകളും മോഡൽസുകളും ഒക്കെ ക്ലിയർ ആയിട്ട് വരുന്നു. സ്റ്റാർട്ടപ്പ് ആണല്ലോ, അത് ഇനി ബിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും 1-2 കൊല്ലമാവും ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഒന്ന് റെഡിയായി വരണമെങ്കിൽ. ഓക്കെ, എന്തായാലും പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാസ്റ്റ് ആക്കാൻ പരമാവധി നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പുതിയ അപ്ഡേറ്റുകളൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അറിയിക്കുന്ന ആളെ നമുക്ക് ഫാമിലി ആയിട്ട് വൈകുന്നേരത്ത് ഇവരൊക്കെ വന്നതല്ലേ, അപ്പോൾ ഇവരെയും കൊണ്ട് നമുക്കൊരു ട്രിപ്പ് പോകാം. ഇവിടെ നമ്മുടെ നാട്ടിലെടുത്ത് തന്നെ കൊടുകുത്തിമലയിലൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടോട്ട് പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടികൾ ഇത്രയേ ഉള്ളൂ. സിനുവിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. നിജാസും ഫാമിലിയൊക്കെ പോയപ്പോൾ അടുത്ത ഫാമിലി എത്തിയിട്ടുണ്ട്. സോഫിയും ഫാമിലി വരുമെന്ന് പറഞ്ഞായിരുന്നു, ഇത്ര ദിവസം വന്നിട്ടില്ല. ഇനി പരീക്ഷയും സ്കൂൾ പൂട്ടലും അതേപോലെ തന്നെ വോട്ടും ഇലക്ഷനൊക്കെ തിരക്കുകളായിരുന്നല്ലോ അവിടെ. നമ്മളവിടുത്തെ ഇലക്ഷന്മാരല്ല, അവിടുത്തെ ഇലക്ഷനൊക്കെ മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ മുഖ്യമന്ത്രി കഴിക്കണം ഗൈസ്. ഓക്കെ, എന്തായാലും ഗൈസ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ കുറവായതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം കുറേ തിരക്കുകൾ പെട്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റാതെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, യൂഫിൽക്ക വീഡിയോ എവിടെ പോയി വീഡിയോ മതി, ബിസിനസ്സൊക്കെ മതി, വീഡിയോ ഓടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇൻഷാ അല്ലാഹ് ഓക്കെ, നമുക്ക് വഴിയൊക്കെ സെറ്റാക്കാം ഗൈസ്. ഓക്കെ, ബൈ.